ഗുഡ് മോർണിംഗ്. പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ നോക്കാം നമുക്ക്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യനാണ് ഞാൻ. അപ്പോൾ 7:30 സമയം. 8 മണിക്കാണ് ബസ്. 8:30 ഡ്യൂട്ടി കയറണം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി. എനിക്ക് പോകാനുള്ള 8 മണീൻ്റെ ബസ് ഇതാ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയതാ നടക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. രാവിലെ തന്നെ ആയതുകൊണ്ട് ആരുമില്ല. അങ്ങനെ ഞാനിതാ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് എത്തി. ഇതാണ് നമ്മളെ ഹോസ്പിറ്റൽ. അപ്പോൾ എനിക്ക് പോയി സൈൻ ചെയ്ത് ലാബിലേക്ക് കയറണം. സൈൻ ഇട്ടിട്ട് വരാം. അങ്ങനെ ഞാൻ ലാബിലെത്തി. ഇതാണ് എൻ്റെ ലാബ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 ആൾ മാത്രമേ ഇന്ന് ഡ്യൂട്ടിക്കുള്ളൂ. ചേച്ചി അവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് ആൾക്കാരും കുറവാണ് ഗൈസ്. ഇവർ സീരിയൽ നോക്കുന്നു ഗൈസ്. അങ്ങനെ രാവിലെ തന്നെ അതാ ഒരു ബേബിൻ്റെ ബ്ലഡ് എടുക്കാനുണ്ടായിരുന്നു. കുട്ടി നല്ല ഉറക്ക. പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. തിരക്ക് കുറവാണ്. സൺഡേ ഡ്യൂട്ടി ഭയങ്കര ഷോക്കാണ്. ഷോക്കെന്നല്ല, വെറുതെ ഇരിക്കാം. ഇടയ്ക്ക് തിരക്ക് വരും, ഇടയ്ക്ക് തിരക്ക് പോകും. ഇപ്പം തിരക്കില്ല. എന്താ ഒരാളിതൊക്കെ ഉറങ്ങുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ പോകാൻ സമയമായി ഗൈസ്. ഞാൻ ചേച്ചിനെ വെയിറ്റ് ആക്കുന്നുണ്ട് വീട്ടിൻ്റെ അടുത്തില്ല. അങ്ങനെ അതാ ചേച്ചി വന്നു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഞങ്ങളുടെ കണിങ്ങാടുള്ള മേൽപ്പാലം. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു ഗൈസ്. ഇവിടെ മൊത്തം ആൾക്കാരാണ്. ഭയങ്കര തിരക്കാണ്. ബീച്ച് പാർക്കുന്നുണ്ട്. മൊത്തം വണ്ടിയും ആൾക്കാരുമായിട്ട് തിരക്കാണ്. ഫൈനലി ഞാൻ വീട്ടിലെത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്ഥലം. നമ്മളെ ബീച്ചാണ്. നമുക്ക് ബീച്ചിലോട്ട് പോവാം. നമുക്ക് കടപ്പുറം എത്തി ഗൈസ്. നമ്മളെ കടപ്പുറം അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് കുറച്ച് അതിഥികളുണ്ട്. അങ്ങ് അപ്പുറത്ത് നല്ല ആൾക്കാരുണ്ട് കേട്ടാ. എന്താ അതോ ആരോ നമുക്ക് വീട്ടിൽ പോകാം ഗൈസ്. വീട്ടിലെത്തി ഗൈസ്. ചാരു ഹായ് പറ. എന്തേ ചോടിയാണേ ചോടിയാ നീ? കുഞ്ഞാറ്റ ഗൈസ്. കുഞ്ഞാറ്റ ഹായ് പറ. ഇത് രാത്രി ഇപ്പം ഏകദേശം ഒരു 9:30 മണിയായി. എന്താ ചെക്കന് റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടി റോഡിൻ്റെ മീത്ത കൊണ്ടുവച്ചതാണ്. ചിക്കൻ ഭയങ്കര അഭ്യാസമാണ് ഗൈസ്. എന്താ ഡാൻസ് അല്ലേ ഗൈസ്. ഞങ്ങൾ മൂവിക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. സമയം 10:15. 10:30 ഷോയ്ക്ക് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ, കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ അടുത്താണ് നമ്മളെ തിയേറ്റർ വരുന്നത്. അപ്പുറത്തേക്ക് കടക്കണം. ഞങ്ങൾ ഫുള്ള് നനഞ്ഞു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ.
അങ്ങനെ അതാ മൂവി തുടങ്ങാൻ 2 മിനിറ്റ് ബാക്കിയുണ്ട്. ഞങ്ങളതാ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ ദാ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ പാടെ തന്നെ കാണുന്നതാണ് നമ്മുടെ തിയേറ്റർ. ഭയങ്കര ആൾക്കാരാണ് ഗൈസ്. 12. അങ്ങനെ അതാ സിനിമ ഒക്കെ തീർന്നു, ഞങ്ങൾ ഇറങ്ങിയാണ്. ആസിഫ് അലിൻ്റെ കിഷ്കിന്ത കാണുന്ന മൂവിക്കാണ് ഞങ്ങൾ പോയത്. ഒരു ത്രില്ലറായിട്ടുള്ള പടമാണ്, അടിപൊളിയായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ സിനിമ ഒക്കെ കഴിഞ്ഞതാ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയാണ് ഗൈസ്. അവർ വേറെ ഫിലിമിനാണ് പോയത്, നമ്മൾ വേറെ ഫിലിം. അങ്ങനെ ഞങ്ങളതാ വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്, വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പുറത്തല്ലേ വണ്ടി വെച്ചത്, അവിടത്തേക്ക് നടന്നു വന്നു. രാത്രി വൈകി ഗൈസ്. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ 1 മണിയായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ തന്നെ നിൽക്കുക, അവരെ വെയിറ്റ് ചെയ്തിട്ട്. അവർ വരുന്നുണ്ട്, നമ്മളോട് ഒരുമിച്ച് പോകാമെന്നാണ് പറഞ്ഞത്. രാത്രി ആയതുകൊണ്ട് ഇവിടെ റെയിൽവേയിൽ നിന്ന് ഉത്രാടത്തിൻ്റെ അന്നത്തെ ദിവസം കോട്ടയത്തുള്ള ഒരു 3 ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവിടെയായിരുന്നു മരിച്ചത്. ട്രെയിൻ തട്ടിയതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. നമ്മളെയും കാട്ടി മുമ്പിലേ പോന്നെ ബ്രദേഴ്സ് ആയി. വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങളെ ഭയങ്കര കെയർ ചെയ്തുകൊണ്ടാണ് അവർ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് എടുക്കാൻ മറന്നതല്ല. ഇന്നലെ എത്തുമ്പോൾ കുറേ ലേറ്റായിന്, 2 മണി എങ്ങാനായിന്. അപ്പോൾ കുളിച്ച് കിടക്കാൻ നേരം കുറേ ലേറ്റായി. അപ്പോൾ വീഡിയോത്തിൽ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും. എനിക്കറിയില്ല ശരിക്കും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈമല്ലേ, തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി ശരിയായിക്കോളും. അപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് ഇങ്ങനെ വൈൻഡപ്പ് എടുക്കണത്. അപ്പോൾ എനിക്ക് ലീവാണ്, എണീക്കാനും കുറേ ലേറ്റായിപ്പോൾ. വൈൻഡപ്പ് എടുക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.